ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് 2 കിലോ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബിരിയാണി ചെമ്പ് വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ കുറച്ചധികം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിയില, പുതിന ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. 3/4 കിലോ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ കൂടെ ആഡ് ചെയ്യാം. ചിക്കൻ ഇവിടെ നേരത്തെ മസാല തേച്ച് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ അരി, അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലോട്ട് ഇതിൻ്റെ മേലെ തീക്കനൽ വെച്ച് ദമ്മിട്ട് വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബിരിയാണിയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഇത്. അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത